ഇന്ന് ഞാൻ ഒരു സ്പെഷ്യലാണ് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ജെയിംസിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ജെയിംസിന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത് പംകിൻ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത്രയുണ്ട്. അതും എടുത്ത് അരിയുമായിട്ട് ഞാനെടുത്ത് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാവണമല്ലോ. വെള്ളവും അരിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫുഡ് അങ്ങോട്ട് ആക്കി വെക്കാം. അപ്പോഴത്തേനും ഞാൻ ചിക്കൻ ഫ്രിഡ്ജിലിരുന്നത് അത് ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റേ ഉള്ളൂ. ഇനി അപ്പോഴത്തേനും അത് റെഡിയാവും. വെട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. എലനെയും ജൂലിയെയും ഞാൻ മോള് തന്നെയാണ് പ്രൈമറി അവൻ്റെ കൊച്ചു പ്രായത്തിലുള്ള എലനെയും ജൂലിയുടെയും കാര്യങ്ങൾ തിരക്കിയതെല്ലാം അവൾ തന്നെ. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ കുക്കറിനകത്താണ്, ഈ 10 ലിറ്ററിൻ്റെ കുക്കറിനകത്താണ് ഞാൻ ജെയിംസിന് ഫുഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം കൊടുക്കുക. കഴുകി നമ്മളെ മനുഷ്യന് ചെയ്യുന്നത് കണക്ക് തന്നെ അവർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അരി എടുക്കേണ്ടതായിട്ടുണ്ട്. അരി എടുത്ത് കഴുകിയിടുന്നേ കാണിച്ചു തരാം. ഇതാണ്ടേ, ഇതിനൊരു പാത്രം അരിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കാം. കഴുകിയിട്ടുണ്ട്, നല്ലതായിട്ട് കഴുകിയത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ട് ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ഡീഫ്രോസ്റ്റ് ചെയ്ത്, അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഫ്രിഡ്ജിലിട്ട് എന്തെങ്കിലും ഞാൻ 2 വെള്ളത്തിൽ കഴുകി. യഥാർത്ഥത്തിൽ നമ്മുടെ ഡോഗ്സിനൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് കഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. മനുഷ്യരെ പോലെ തന്നെ നമ്മൾ അവരെയും ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അത് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ കേട്ടോ. അത് ഇട്ട് കൊടുക്കും. ഉപ്പൊന്നും ഇടത്തില്ല കേട്ടോ. ഇട്ടു. ഞാൻ അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 6 വിസിൽ കേൾക്കുമ്പോഴത്തേനും ഇത് വെന്തിരിക്കും. കറക്റ്റ് 6 വിസിൽ. ഞാനത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഈ എലനും ജൂലിക്കും മേടിച്ചേക്കുന്ന കുറച്ച് ബീഫാണ്. അപ്പം നമുക്ക് ലേശേ മേടിച്ചോളൂ. അത് നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഓക്കെ, ഇത് ഞാൻ അടയ്ക്കുവാണേ. അപ്പം കുക്കർ ഓണാക്കി. പെട്ടെന്ന് തന്നെ ചിക്കൻ റെഡി ആയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് അടുപ്പിലോട്ട് വെച്ചില്ല. ഒന്ന് ഇളക്കാം കേട്ടോ. ഇളക്കിയിട്ട് കറക്റ്റ് 6 വിസിൽ ആകുമ്പോഴത്തേന് ഇത് ശരിയായിരിക്കും. ഓക്കെ, കണ്ടല്ലേ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ എല്ലൻ്റെയും ജൂലിയുടെയും ഫുഡ് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. കുറച്ച് എല്ലും തിരിച്ചാണ് യഥാർത്ഥത്തിൽ. മറ്റേവന് നമ്മളതൊന്നും കൊടുത്ത് ശീലിച്ചില്ല ഇതുവരെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ ചെറിയ കുക്കറിലൊക്കെയാണ് വെച്ച് ഏകദേശം 1/2 kg ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇന്നിപ്പം എലനും ജൂലിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചിക്കൻ്റെ പീസ് അരിയുന്നെടുത്തിട്ട് വേറെ വേവിക്കുന്നു. അപ്പോൾ നമുക്കതങ്ങ് കൊടുക്കാം അവർക്ക്. ഇത് നമുക്ക് വേവിക്കേണ്ടതായിട്ടുണ്ട്. അതവിടെ വേവിക്കട്ടെ. ഇന്ന് ഫുള്ളും ഇതായിക്കോളും. ഇത് നമ്മുടെ എലൻ്റെയും ജൂലിക്ക് 2 വിധം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് അവർക്ക് കൊടുക്കാം. തണുത്ത ചോറാകുമ്പോൾ ഇപ്പം ചൂട് സാധനത്തിൻ്റെ കൂടെ തണുത്ത ചോറിടുമ്പോൾ ഒന്ന് റെഡിയാവും. മനസ്സിലായോ? ഇതാണ് അവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയത് ഇപ്പോഴത്തേക്ക്. കണ്ടല്ലേ, അങ്ങനെ റെഡിയായി. ഇത് എല്ലുകൾ, കുറേ എല്ലുകളുണ്ട്. എല്ലും കുറച്ച് മാംസമൊക്കെ ഏകദേശം 1/2 kg വെച്ചതാണ് ഞാൻ ചെറിയ കുക്കറിനകത്താക്കി വെച്ച്. ജെയിംസിന് അതൊക്കെ ഇനി കൊടുക്കണം, കൊടുത്ത് ശീലിക്കണം. അവന് പച്ചക്കറിയൊക്കെ ഇട്ടാണ്. അപ്പം ഞാനിത് അവർക്ക് കൊടുക്കണം. അവരുടെ അങ്ങ് റെഡിയാക്കി. തണുത്ത് നമ്മൾ
ചിക്കൻ ചൂടായിട്ട് ഇരിക്കുകയാണെങ്കിൽ ശരി, അത് തണുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി അതൊന്ന് റെഡിയാവണം, ഇതും റെഡിയാവണം. ആവി വരാറായിട്ടുണ്ട്. വിസിലെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ, അതായത് അതിൻ്റെ ടൈം ആയതിനു ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇതങ്ങ് ഓഫാക്കി വെക്കാം. ഇത് ഗ്യാസ് ഓഫാക്കിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇതും അതിൻ്റെ കൂട്ടത്തിൽ റെഡി ആവുന്നുണ്ട്, മറ്റേതും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ജെയിംസിൻ്റെ ഫുഡ് ഇപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നത്. ഇത് 2 ദിവസത്തേക്ക് കൊടുക്കാൻ കാണും. അപ്പോൾ അങ്ങ് ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ.